മഹാജനങ്ങളെ ഹലോ ഞാ എന്താ ഒരു നീ പൊങ്കാല പല വിധം നീ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നാട്ടുകാർ പൊങ്കാല കഴിഞ്ഞു. ആ പൊങ്കാല ഈ ഗർഭിണികളൊക്കെ ഇടുന്നൊരു പൊങ്കാലയുണ്ട്, അതൊരു വൈറ്റ് പൊങ്കാല. വൈറ്റ് പൊങ്കാല വെറൈറ്റി വേറൊരു പൊങ്കാലടാ. അത് ഏത് പൊങ്കാല? അന്ന് കണ്ടു നോക്ക്. നഗ്നത പൊങ്കാല, പീഡന പൊങ്കാല, സ്ത്രീകളെയും കുട്ടികളെയും ഭയങ്കരമായിട്ട് അങ്ങ് സംരക്ഷിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊങ്കാലയാണ് നഗ്നത പൊങ്കാലയാണ്, സാധാരണ പൊങ്കാലയല്ല. എടാ ഇതൊക്കെ ഏതടാ? ഇതൊക്കെ ഏതടേ അറിയാൻ വേണ്ടിട്ട് കാര്യം ചെയ്യും. ഇത് പ്രധാനപ്പെട്ട കാര്യം ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. ആറ്റുകാലും ഒരാള് പൊങ്കാല ഇട്ടു. എന്റെ പൊങ്കാല മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിനായി. ശോഭ ജോർജ്. അതെന്തായാലും ഇത് കണ്ടല്ലോ. എന്റെ പൊങ്കാല മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടി. മൊത്തത്തിൽ ആറ്റുകാലുണ്ട് ഏതാണ്ട് 40 ലക്ഷം പേരെ കണ്ട പൊങ്കാല ഇട്ടത്. ഈ വട്ടമാണെന്ന് മൊത്തത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അറിഞ്ഞത് 40 ലക്ഷം പേരും പൊങ്കാല ഇട്ടെന്ന്. ഈ മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോഴേ, മുഖ്യമന്ത്രി ആരോഗ്യത്തിന് വേണ്ടി പോകുന്നത് പൊങ്കാല കഴിച്ചിട്ടൊന്നുമല്ല, പോകുന്നത് അമേരിക്കയിലൊക്കെയാണ്. ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇവർക്ക് ആരോഗ്യം യഥാർത്ഥത്തിൽ ഒരു സീറ്റിന് വേണ്ടിയായത്, ഷോപ്പിങ്ങിന് വേണ്ടി. അത് പോട്ടെ. 40 ലക്ഷം പേരിൽ 39,99,999 പേര് ബാക്കി ഒരാൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 39,999 പേര് 39,999 പേര് 39,999 പേര് ഈ പൊങ്കാല ഇട്ട് എന്തിനാ അറിയോ? ഈ ഒരു പൊങ്കാലയ്ക്കോ? അല്ല, മൊത്തം 40 ലക്ഷം. മൊത്തം 40 ലക്ഷത്തിൽ ഈ ഒരാള് മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിനുള്ള പൊങ്കാല കുറച്ചിട്ട് ബാക്കി 39,99,999 പേര് പൊങ്കാല ഇട്ട് എന്തിനാണെന്നറിയോ? എന്തിനായിട്ടത്? ഈ മുടിഞ്ഞ ഭരണം ഒന്ന് അവസാനിക്കാൻ വേണ്ടിയാണ് പൊങ്കാല ഇട്ടത്. പക്ഷെ എല്ലാവർക്കും അറിയാം പൊങ്കാല ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ആശാ വർക്കർ അവിടെ സമരം നടത്തുന്നുണ്ട്. അവരുടെ കീഴിലാണ് കയറി ചെന്നിട്ട് ഈ സാധനം പറഞ്ഞിരുന്നെങ്കിൽ അവര് പൊങ്കാല എടുത്തിട്ടേ. അല്ല, ഞാൻ ഒരു കാര്യം ചോട്ടെ, ഈ പൊങ്കാല ഇടുമ്പം ഈ തിരുവനന്തപുരം ജില്ല മൊത്തം ഈ വഴികൾ മൊത്തമാണല്ലോ പൊങ്കാല ഇടുന്നത്. അപ്പൊ ഈ ആശാ വർക്കർമാര് കണ്ടിട്ട് ഈ പൊങ്കാല ഇടുന്നത്? അതാ പറഞ്ഞേ, ആശാ വർക്കർമാര് കണ്ടിരുന്നെങ്കിൽ, ഈ പൊങ്കാല ഇടുന്നത് കണ്ടിരുന്നെങ്കിൽ അവരടിച്ചോടിച്ചേനെ. അല്ല, കാണാതെ പോകത്തില്ലല്ലോ, കാണുമല്ലോ സ്വാഭാവികമായിട്ട്. അവരെത്ര പേർ ഇറങ്ങി? ഇവര് മിക്കവാറും ഫേസ്ബുക്കിൽ പങ്കുവെച്ചായിരിക്കും ഇത് എന്റെ പൊങ്കാല എന്ന് പറഞ്ഞു. അല്ലാതെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അടിച്ചോടിക്കുവര്. പിന്നെ അത് പോട്ടെ. പിന്നെ വേറൊരു വെറൈറ്റി പൊങ്കാല ഉണ്ട്. അതേത് പൊങ്കാല? ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട പൊങ്കാലയില്ലേ, കണ്ട ഈ അമ്മച്ചിയുടെ പൊങ്കാല കണ്ടോ? ഈ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിണറായി വിജയന് എതിരെയുള്ള പൊങ്കാല, സർക്കാരിന്റെ അനീതിക്കും സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് എതിരെയുള്ള പൊങ്കാലയാണ്. അതാണ് അവർ പറഞ്ഞുകൊണ്ട് പറയുന്നത് പൊങ്കാല പൊങ്കാല പൊങ്കാല. എന്നിട്ട് ഇടയ്ക്ക് എന്നാടാ ആ ഒരു ട്യൂണ്, കാമ പൊങ്കാല, അങ്ങനെ ഒരു ട്യൂണ്. എന്തൊക്കെ വെറൈറ്റി! ഇപ്പൊ പൊങ്കാലയുടെ ഇതുവരെ മാറിയില്ലേ, കാറ്റഗറി വരെ മാറി. ഇപ്പൊ വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം എന്ന് അറിയാം. അവിടെ പൊങ്കാല നടന്ന സമയത്ത് ഇവര് പൊങ്കാല കഴിയുന്നതിന് മുമ്പ് KSRTC മൊത്തം അങ്ങ് ഇറക്കി. പൊങ്കാല കഴിയുന്നതിന് മുമ്പ് KSRTC, സാധാരണ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് KSRTC ബസ് എല്ലാം ഇറക്കേണ്ടത്. കാരണം പൊങ്കാല ഇടുന്ന അതിലേ കൂടെ KSRTC ബസ് ഇറങ്ങി. കൂടുതൽ സർവീസാണ് പൊങ്കാല സമയത്ത് ഇറക്കുന്നത്. അല്ല, അവിടെ സ്ഥിരം ഓടുന്ന സർവീസ് അല്ല, കൂടുതൽ സർവീസ് ഇറങ്ങി. കാരണം 100 കണക്കിന് സർവീസുകളുണ്ട് ആ പൊങ്കാല സമയത്ത്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും എല്ലാം. ഇവര് പൊങ്കാല കഴിയുന്നതിന് മുമ്പ് സർവീസ് അങ്ങ് ഇറക്കി, ബസ്സെല്ലാം കൂടെ. അവിടെ എന്തോ ഒരു ആംബുലൻസ്, ആർക്കും ആക്സിഡന്റ്, ആംബുലൻസിന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്നലെ. അത് ശരി, അതൊരു ന്യൂസിലും വന്നിട്ടില്ല. പക്ഷെ പോകാൻ പറ്റാത്തൊരവസ്ഥ, ആംബുലൻസ്. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നറിയോ? പൊങ്കാലക്കല മാറ്റിയിട്ടാണ് ആംബുലൻസ് പോയത്, KSRTC കാരണം. അത് ശരി. പൊങ്കാലക്കരങ്ങൾ, പൊങ്കാല ഇട്ട് വെച്ചേക്കുന്ന അടുപ്പിൽ നിന്ന് മാറ്റാത്ത ഇട്ട് വെച്ചേക്കുന്ന പൊങ്കാലക്കല എടുത്ത് മാറ്റിയിട്ടാണ് ആംബുലൻസ് പോയത്. ആ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രാന്തം, ഗവൺമെന്റിന് ആക്രാന്തം, 10 പൈസ കിട്ടാൻ വേണ്ടിയുള്ള ആക്രാന്തം കൊണ്ടാണ് പിന്നെ സർവീസ് മുന്നേ അങ്ങ് ഇറക്കി. അത് ശരി, ടൗൺ സർവീസ് ആയിരിക്കും. ടൗൺ സർവീസ് ആയാലും ലോങ് സർവീസ് എല്ലാം ഉണ്ട്. കാരണം ടൗൺ സർവീസ് മാത്രമല്ല ഇറക്കുന്നത്, അവിടുന്ന് എല്ലാ വണ്ടിയും ഉണ്ട്. ഇപ്പം കൊല്ലമായാലും കോട്ടയായാലും പല സ്ഥലങ്ങളിൽ നിന്ന് പൊങ്കാല ഇടാൻ വരുന്നത്. അപ്പൊ അങ്ങോട്ടുള്ള സർവീസ്. എന്തായാലും ഇത്രയും ജനങ്ങൾ ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള KSRTC വിട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി? ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പണം സർക്കാരിന് തന്നെ വേണം. എന്നാലും ഒരു കോമൺ സെൻസ് ഇല്ല അത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ ഈ ഒരു KSRTC വിടുക. അല്ലെങ്കിൽ ഈ പൊങ്കാല എല്ലാം കഴിഞ്ഞ് ഉള്ള രീതിയാണെ ഓക്കെ, കുഴപ്പമില്ല. ഇത് പൊങ്കാല കഴിയുന്നതിന് മുമ്പ് ഇറക്കി വിട്ടത് വണ്ടി. പൊങ്കാല ആൾക്കാര് മറ്റേ പൊങ്കാല വെന്ത് തിളച്ച് വരത്തില്ലേ, ആ സമയത്ത് തന്നെ KSRTC ഇറക്കി. എന്തായാലും ചരിത്രത്തിലായൊരു സംഭവമായിരിക്കും. അതെ, തീർച്ചയായും. പിന്നെ KSRTC പോയി അതിനൊക്കെ ആംബുലൻസിന് പോകാൻ സൗകര്യം ഇല്ലാതായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി കിടക്കുവാണ്. ആംബുലൻസിന് പോയത് ന്യായം. അത് ആംബുലൻസ് എങ്ങനെയാലും വിടണം, ഏത് തിരക്കിന്റെ ഇടയിൽ വിടണം. ഈ വണ്ടി കിടക്കുന്നുണ്ട് ആംബുലൻസിന് പോകാൻ പറ്റും. ആംബുലൻസ് ഏതാണ്ട് കുറെ നേരം അവിടെ കിടന്നിട്ടാണ് പിന്നെ ആംബുലൻസ് യഥാർത്ഥത്തിൽ ആംബുലൻസിന് പോകാൻ പറ്റിയത്. അതും ബസ് മാറ്റിയിട്ടല്ല പോകാൻ പറ്റി. ബസ് 100 കണക്കിന് ബസ് നിരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആയി കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് പോയിട്ട് പോലും കിടക്കുക. അപ്പം ആംബുലൻസിന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ഇത് കല്ലുകൾ മാറ്റിയല്ല, പിന്നെ കലങ്ങൾ മാറ്റിയിട്ടാണ് പോയത്. ആ ഒരു അവസ്ഥ. എന്തുമായാലും പൊങ്കാല, ശോഭ ചേച്ചിയുടെ പൊങ്കാല
മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണോ, ഈ ഒരു സീറ്റിന് വേണ്ടിയാണോ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുവാണ് ഇനി അതുകൊണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കേരളത്തിലെ ജനങ്ങൾ മൊത്തം അറിഞ്ഞു ഈ പൊങ്കാലയെ കുറിച്ച്. ഈ പൊങ്കാലയെ കുറിച്ച് അറിഞ്ഞു. പിന്നെ ഈ ശോഭ ചേച്ചി ഈ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി 100% ഉറപ്പായി. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരെങ്കിലും പുള്ളിയെ പൊക്കി അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഇവന്മാര് താങ്ങിയും തൂങ്ങി നിൽക്കുന്നത്. ഇപ്പോ സർക്കാരാണെങ്കിൽ അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളനങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക, നമ്മളെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവർ ഐഡിയ പൂർവ്വം നമ്മുടെ വയനാട്ടില് പിന്നെ ആ നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇനി ഈ സമയത്താവും നോക്കിക്കോണേ, ലാസ്റ്റ് സമയത്ത് ഇലക്ഷൻ വരുന്നതിന് മുമ്പായിരിക്കും വീടിന്റെ കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചാണക്യ തന്ത്രമല്ലേ? അതെ. ഇനിയിപ്പോ കളികളല്ലേ മൊത്തം. ഇനിയിപ്പോ ഇവര് ലാസ്റ്റ് ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇനി പെൻഷൻ കുറച്ച് കൂട്ടും, നല്ല രീതിയിൽ കൂട്ടി കൊടുക്കും. ഇനി എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് സൗകര്യമാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. എപ്പോഴാണ് ഇലക്ഷൻ വരുന്നതിന് മുമ്പ്, കുറച്ച് നാൾ മുമ്പ്. ഓണക്കിട്ട് വേണേ നേരത്തെ കൊടുക്കും. എല്ലാം ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങളെല്ലാം ജനങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ കിട്ടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ തന്ത്രമായിരിക്കും. അതായത് പൂർണ്ണമായിട്ടും ഇവരുടെ തന്ത്രം തന്നെ ആയിരിക്കും. കാരണം ഇതേ കണക്കായിരുന്നു കോവിഡ് വന്ന സമയത്ത്, ഇവര് ഭരിച്ച സമയത്ത് കോവിഡ് വന്ന് ഇവരെല്ലാ രീതിയിലും ചെയ്തു കൊടുത്ത് അടുത്ത ഇലക്ഷൻ ഈ വട്ടം ഇവര് സ്ഥാനമേറ്റു. അത് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി വലിയ അബദ്ധമായി പോയത്. ഇനി അടുത്തത് മൂന്നാം പിണറായി സർക്കാർ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ ലാസ്റ്റ് കൊടുത്തിരിക്കും, എല്ലാം കോരി കൊടുത്തിരിക്കും. അപ്പൊ നമ്മൾ ജനങ്ങൾ വീണ്ടും കൊണ്ട് കുത്തുകയും ചെയ്യും, പൊട്ടന്മാരാവുകയും ചെയ്യും. ഇനി അടുത്ത ഇലക്ഷൻ പിണറായി സർക്കാർ വരിക മുട്ടിച്ചു വാരുകയും ചെയ്യും. ബുദ്ധിമുട്ടണം, എല്ലാണോ ബുദ്ധിമുട്ടണം. നമ്മൾ വായിട്ട് അലിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവത്തില്ലെന്ന് നമുക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മന്ദബുദ്ധികളായ നമ്മൾ കൊണ്ട് കുത്തി കൊടുക്കുന്നത് 100% അറിയാം. ഇനി ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വളരെ സൗമ്യമായിട്ടായിരിക്കും സർക്കാർ ഇടപെടുക. ഇനി എന്തൊക്കെ വിഷയം ഉണ്ടായാലും അത് വളരെ സൗമ്യമായിട്ട്. ഇനി അവരുടെ പാർട്ടിയിലുള്ളവർ എന്ത് തോന്നിയവാസം കാണിച്ചാലും പാർട്ടിയിൽ നിന്ന് പുറത്ത് അവർക്കെതിരെ കേസൊക്കെ ആകും. അത് നമ്മുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രമാണെന്ന് ഈ എത്ര പേര് ഈ വീഡിയോ കണ്ടാലും അവരൊന്നും. അതിനൊരു ഉദാഹരണമാണല്ലോ കൊല്ലത്ത് സമ്മേളനം നടന്നപ്പം ഇയാളെ മാറ്റി നിർത്തിയത്, മുകേഷിനെ മാറ്റി. എന്നിട്ട് മുകേഷ് പറഞ്ഞു മുകേഷിന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് പോയതാണ്. എല്ലാവരും ഞാൻ ആലോചിക്കും, മുകേഷ് ഇത്രയും നാറിയ കഥകൾ മുകേഷിനെ കുറിച്ച് മുകേഷ് ഈ അള്ളിപ്പിടിച്ച് കിടക്കേണ്ട വല്ല ആവശ്യം. അത് സത്യമാണേ. കാരണം മുകേഷിനെ തന്നെ അറിയാം, ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ സ്ഥാനം കിട്ടത്തില്ലെന്ന് അറിയാം. ഇപ്പോഴും സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്, ഞാൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഞാനിവിടെ ചെയ്തു വെച്ചേക്കുന്നതാണ് കൊല്ലത്തൊന്നിനും കുറവില്ലെന്നാ പറയുന്നത്. കൊല്ലത്തേ ഉള്ളു കുറവ്. കൊല്ലത്ത് കുറവുള്ള കാര്യം നമ്മളന്ന് വീഡിയോ ചെയ്തിട്ട് ആ ബീച്ച് ഇപ്പോഴും അന്യാദിനെപ്പെട്ട് ബീച്ചിലെ കാര്യം പറയാൻ 2 ദിവസം മുമ്പ് ഒരാൾ മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ബീച്ചിൽ ഞാൻ പഴയ വീഡിയോ പുള്ളി നമ്മൾ എന്റെ പരാതി പറയുമ്പോൾ ഞാൻ പഴയ വീഡിയോ ഇട്ട് കൊടുത്തു, നമ്മൾ ബീച്ചിൽ പോയി എടുത്തത്. ഇപ്പൊ അതിലും വലിയ പ്രശ്നമാണ്, എവിടെ തൊട്ടാലും പാർക്കിങ്ങിന് ഫീസാണ്. അങ്ങോട്ട് കയറ്റി ഞങ്ങളന്ന് ഫീസ് കൊടുത്തില്ല കേട്ടോ. ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട്, കൊല്ലത്ത് വരുമ്പോൾ നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇറങ്ങിയാലും പിന്നെ ഫീസ് കൊടുക്കണമെന്ന്, അവിടെ എവിടെ വണ്ടി നിർത്തിയാലും ഫീസ് കൊടുക്കണം. ആ ഒരു ലെവലായിക്കോട്ടെ. ഈ കൊല്ലത്ത് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് ഒരു കാര്യം ചിന്തിക്കണം, കൊല്ലത്ത് പണ്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ, പണ്ടുള്ളത് തന്നെ പലതും ഇല്ല. പണ്ടുള്ളത് തന്നെയാണോ ഇപ്പോൾ ഉള്ളത്, അല്ല പുതിയതായിട്ട് കൊല്ലത്തൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഏത് സർക്കാർ ഇരുന്നാലും കൊണ്ടുവരുന്ന റോഡ്, പാലം, അതൊക്കെ ഏത് സർക്കാർ ഇരുന്നാലും കൊണ്ടുവരുന്ന സാധനം. അതൊക്കെ ജനങ്ങൾ പെട്ടെന്ന് അറിയുന്ന കാര്യം, കണ്ണിപ്പൊടിയാനുള്ള പരിപാടികളാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനമാണ് നമ്മളൊരു ജനപ്രതിനിധി ചെയ്യേണ്ടത്, അല്ലേ? ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക്. അല്ലാതെ അത് കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മള് പൊങ്കാലയെന്ന് വിട്ടുപോയി. എന്തായാലും നമ്മള് പൊങ്കാലയെ കുറിച്ചാ പറഞ്ഞു വരുന്നത്. എന്തായാലും ഇനിയിപ്പോ എന്തായാലും മുകേഷ് എന്തായാലും ഈ അടുത്ത ഭരണത്തിലൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എടുത്ത് കളയാം. അപ്പൊ നമുക്ക് പൊങ്കാലയ്ക്ക് തിരിച്ചു വരാം. പിന്നെ വേറെ കാര്യം പറയട്ടെ, ഞാൻ പണ്ടൊരു പൊങ്കാല ഇട്ടിട്ടുണ്ട് ആറ്റുകാൽ. ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു വട്ടം കൂടെ ഈ ആറ്റുകാലൊന്ന് പൊങ്കാല ഇടണം ആകും. ഇപ്പൊ അടുത്ത വർഷമല്ലോ. അപ്പൊ നമ്മള് അടുത്ത വർഷം പൊങ്കാല ഇടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു കുറെ വർഷം മുമ്പ് നേർച്ച ഉണ്ടായിരുന്നു, അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇട്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പൊ പൊങ്കാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ പൊങ്കാല, ആരോഗ്യത്തിന് വേണ്ടിയുള്ള പൊങ്കാല, പീഡനത്തിന് വേണ്ടിയുള്ള പൊങ്കാല, എന്തൊക്കെയായി കേരളത്തിൽ നടക്കുന്നില്ലടാ. അതപ്പൊ ഈ നമ്മൾ ലാസ്റ്റ് കണ്ട പൊങ്കാലയില്ല, അത് എവിടുത്തെ പൊങ്കാല? അമ്മച്ചിയുടെ പൊങ്കാല. അതെ, ഏത് പൊങ്കാല ഇത്? അത് യൂട്യൂബിലൊക്കെ ഉള്ളതാണോ അവര്? ഇതൊക്കെ ഏത് പൊങ്കാലയുടെ ഇത്? എന്തുവായാലും നന്ദി അല്ലേ? നന്ദി. ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതിനെ കുറിച്ച്. എന്തോ പറയാൻ. അപ്പൊ നമ്മള് പോട്ടെ, നീ ബാത്റൂമിൽ പോകാം. ശരി. അപ്പൊ ഓക്കെ, നീ പോയിക്കോ, കേറ്. അവൻ ബാത്റൂമിലോട്ട് കയറി.